ഇന്ന് മാതാവിന്റെ ജനന തിരുനാൾ. മാതൃവിചാരധാരയോടെ 7 ദിനങ്ങൾ പിന്നിട്ട് ഈ 8ാം ദിനത്തിലെത്തുമ്പോൾ പരിശുദ്ധനായവനെ ഉൾക്കൊണ്ട പരിശുദ്ധയായ കന്യകയിലേക്ക് നാം എത്രമാത്രം നടന്നെടുത്തുവെന്ന് ചിന്തിക്കാം. ഒരു നിഷ്ഠ പോലെ കടന്നുപോയ 8 ദിനങ്ങൾ മാത്രമായിരുന്നുവെങ്കിൽ പ്രത്യേകിച്ച് നാം ഒന്നും നേടിയിട്ടില്ല. മാതാവിന്റെ ഒരു പുണ്യമെങ്കിലും ഈ 8 ദിനങ്ങളിൽ സ്വന്തമാക്കുവാൻ സാധിച്ചുവെങ്കിൽ അതിന്റെ പ്രകാശത്തിൽ ഇനിയുള്ള ജീവിതത്തെ വഴിതെളിക്കുവാനായെങ്കിൽ 8 നോമ്പിനും മാതാവിന്റെ ജനന തിരുനാൾ ആചരണത്തിനും പ്രസക്തിയുണ്ട്. നസ്രത്തിലെ കന്യകയുടെ അരികെ ദേവദൂതൻ എത്തി അവളെ വാനോളം വാഴ്ത്തി. ലോക ചരിത്രത്തിൽ മറ്റൊരു സ്ത്രീക്കും നൽകാത്ത മഹനീയ ദൗത്യം അവളെ ഏൽപ്പിച്ചിട്ട് ദൂതൻ മറിഞ്ഞു. അപ്പോൾ മുതൽ ലോകത്തിന് ദേവപുത്രനെ നൽകാനുള്ള ദൗത്യം മറിയം ഏറ്റെടുത്തു. ആ കന്യക അത് തന്റെ ജീവിതത്തിലൂടെ പൂർത്തിയാക്കി ദേവപിതാവിന് സമർപ്പിക്കുകയും ചെയ്തു. ദേവപുത്രന്റെ അമ്മയാകുവാൻ അനാഥയിലെ ദൈവം തെരഞ്ഞെടുത്തവൾ പാപക്കറ തെല്ലുമില്ലാതെ പ്രസാദവരം നിറഞ്ഞവളായി അന്നും ഇന്നും എന്നും തലമുറ തോറും മകുടം ചൂടി നിൽക്കുന്നു. ദേവകൃപ നിറഞ്ഞവൾ എന്ന മാലാഖയും എന്റെ കർത്താവിന്റെ അമ്മ സ്ത്രീകളിൽ അനുഗ്രഹീത എന്ന എലിസബത്തും മറിയത്തെ പ്രകീർത്തിക്കുമ്പോൾ ആ പരിശുദ്ധിയുടെ ആഴം നമുക്ക് മനസ്സിലാക്കാനാകും. മറിയത്തിന്റെ ആത്മാവ് മഹത്വപ്പെടുത്തിയതും അവൾ ആനന്ദം കൊണ്ടതും ജീവിക്കുവാൻ പോകുന്ന ഇമ്മാനുവേലായിരുന്നു. എല്ലാം ശക്തനായവൻ ചെയ്ത വലിയ കാര്യങ്ങൾ. താനോ ദാസിയുടെ താഴ്മയോടെ നിന്നവൾ. ഈ മനോഭാവമാണ് പുണ്യജന്മദിനത്തിൽ നമുക്കും ഉണ്ടാവേണ്ടത്. ആദ്യ നൂറ്റാണ്ട് മുതൽ സഭാപിതാക്കന്മാർ മറിയത്തെ പ്രസാദവര പൂരിതയായും കരുണയുടെ അമ്മയായും പാപികളുടെ സങ്കേതമായും കീർത്തിക്കുന്നുണ്ട്. മറിയം തന്നെ ബർണദീത്തെ എന്ന കുട്ടിക്ക് വെളിപ്പെടുത്തിയതും ഐ ആം ദി ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ, ഞാൻ അമലോത്ഭയാകുന്നു എന്നാണ്. പരിശുദ്ധമായതിന് മാത്രമേ പരിശുദ്ധനായവനെ ഉൾക്കൊള്ളാനാകൂ. നമുക്കും ഈ മാതൃഹൃദയത്തോട് ചേർന്ന് പരിശുദ്ധനായവനിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെയും ചേർത്ത് വയ്ക്കാം. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടു കൂടെ, സ്ത്രീകളിൽ നീയൊരു ഭാഗ്യവതി, നിന്റെ ഉദരഫലം അനുഗ്രഹീതം. പരിശുദ്ധ മറിയമേ തമ്പുരാനേ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി